ആരവിടെ എന്താ അവിടെ കളിക്കേ? ഞാൻ അവിടെ അടിച്ചു ഒരു വൃത്തിയാക്കി ഇട്ടതാട്ടോ. ഇനി അവിടെ വൃത്തിയോടാക്കണ്ട. ഇതാ ഇപ്പോഴൊക്കെ നമ്മുടെ ഇവിടെ അല്ലേ അടിച്ചിട്ട് കണ്ടോ മുറ്റമൊക്കെ. മുറ്റം മാത്രമല്ല കേട്ടോ, നമുക്ക് അടിക്കാൻ ഈ റോഡ് മൊത്തം ഉണ്ട്. ഇവിടെ നിന്ന് ആ അറ്റം വരെ ഭാഗ്യം. റോഡ് മുഴുവൻ മിറ്റായിട്ട് കിട്ടണം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടില്ല. എന്താ ഇവിടെയൊക്കെ കണ്ടോ, ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴും രാവിലെ ആകുമ്പോഴും രാവിലെ നമ്മളൊന്നും കിട്ടില്ല. രാവിലെ നമ്മൾക്ക് അങ്ങനെ പൊടി മൊത്തം വീണിട്ടില്ലേ? എങ്ങനെ വൃത്തിയോടാവും പറഞ്ഞിട്ടാ. ഇനി പറയണ്ട കേട്ടോ, എത്ര അടിച്ചോരിയാലും പിന്നെയും ഇങ്ങനെ തന്നെ. വൈകുന്നേരം അടിക്കണം, രാവിലെ അടിക്കണം. രാവിലെ ഒരു മിറ്റടി, വൈകുന്നേരം ഒരു മിറ്റടി. നമ്മൾ വിചാരിക്കും എന്തിനാ അങ്ങനെ അടിക്കണെന്ന്. പക്ഷെ വിളക്ക് വയ്ക്കുന്നതിന് മുമ്പ് അടിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഞാനോ കളിക്കാനോ? എന്ത് കളിക്കാനാ വരണ്ടേ? കളിക്കാൻ വിളിക്കാൻ JCB ഓട്ടോ. അച്ചു നിൽക്കണമൊക്കെ അവിടെ. ചക്കയും കൊണ്ട് അപ്പം ഉണ്ടാക്കിയത് നമ്മൾ തിന്നല്ലേ, അത് കൊടുക്കണ്ടേ? ഞെട്ടട്ടെ. ജലനിധിത്തെ വെള്ളം കമ്മിയായിട്ടോ. ഇന്നേ നല്ല പണിയായിരുന്നു ഇവിടെ. കണ്ടോ വിറക്. എന്താ ഇഷ്ടായി? എന്താ കണ്ടോ സൂന്യെ ആ വിളി അങ്ങോട്ട് ഇഷ്ടായി അറിയാ. എന്താ കണ്ടോ, ഇന്ന് ഇത്രയും പട്ടത്തണ്ട് കണ്ടില്ലേ? ഇതൊന്നും ഇനി നാളെ അടുക്കി വെക്കണം കേട്ടോ. പട്ടത്തണ്ട് വെട്ടി ഇതാക്കി വെച്ച് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളും വൃത്തിയായി. മുല്ലപ്പൂ ചാർജറിന്റെ പ്ലഗിൽ കുത്തുന്ന സാധനം പോയെന്നോ? എന്തൊക്കെയാ സൂന്യ പറയണ അതിൻ്റെ ഉള്ളിൽ? ഇങ്ങനെ ഓടിയിട്ടാണ് ഈ ചെരുപ്പ് പൊട്ടുന്നത്. വേഗേ ഒരു മാസം കൂടി എത്തണില്ല. എങ്ങനെ ഓടി വരുന്നു? ഏതമ്മ? നിന്റെ അമ്മമ്മേ? എന്താണ് അവന്റെ അമ്മമ്മ? അമ്മമ്മ കണ്ണേട്ടന്റെ വീട്ടിലുണ്ട്. അതെ. പാല് കമ്മിയാണ്, ചായ വെക്കാൻ പാല് വാങ്ങി. ഡാഡേ മമ്മയൊക്കെ വരുന്നുണ്ട്. വേഗം എടുത്താതെ ഉണങ്ങിയില്ലേ? ഉണങ്ങി. ഇനി ചാക്കിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നല്ല ഉണങ്ങിക്കഴിഞ്ഞാൽ ചിരട്ട കത്തണ പോലെ കത്തുള്ളൂ കേട്ടോ. ഇന്ന് കണ്ടോ വിറകൊക്കെ ആക്കി വെച്ചപ്പോഴേക്കിന്ന് മഴ പെയ്യുന്ന തോന്നണം. കുറച്ചും കൂടി ഒരു ഇത്ര ചകിരിയും കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് രക്ഷപ്പെട്ടു കേട്ടോ. നമുക്കപ്പല്ലേ മഴക്കാലം കത്തിക്കാനുള്ള ചകിരിയായ ഓരോ കൊള്ളി ഓരോ ചകിരി ഇട്ടാലേ നല്ലതാട്ടോ. പിന്നെ ചോറ് വെച്ച് കഴിഞ്ഞാൽ കൂട്ടാനും അടുപ്പത്ത് വയ്ക്കുമ്പോൾ ശരിക്കില്ലേ ഓരോ സമയത്ത് ഓരോന്നിന് വേണ്ടിയിട്ട് പൊരിച്ചിലാണ് അല്ലേ. പുളിക്കാലായ പുളി എടുത്ത് വയ്ക്കാൻ കേട്ടാ. ഇപ്പോഴല്ലേ കിട്ടൂ. വേറെ ചകിരിയൊക്കെ ഇനി ഇപ്പോഴല്ലേ കിട്ടുള്ളൂ. ആണെങ്കിൽ ചെതല് പിടിച്ചേ. ഇന്നില്ലേ രാവിലെ മുതൽ തുടങ്ങിയതാണ് ഓരോന്ന്. മുരിങ്ങ വെച്ചേ. മുരിങ്ങ മാത്രമല്ല, അതാ കണ്ടോ ഇതുണ്ടായിക്കണത്. അച്ചോ ഇതാ ഇവിടുത്തെ ചെടികളൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞാ. ആ ചെണ്ടുമല്ലിയുടെ ചോട്ടിലുള്ളത്. എന്താ ബീക്കറി തലയില്? എന്താ തലയില്? അത് കുറച്ചുകൂടെ വലുതാക്കിട്ട് പറിച്ചു. ഇത് നമ്മുടെ അതാ ഈ തെങ്ങിന്ന് വീണൊരു തേങ്ങ നോക്കി. കേടാണ് കണ്ടോ. അതെ. ഈ വീട്ടില് ചെരുപ്പിടണ്ട. അപ്പൊ നടക്ക വാങ്ങിയ ചെരുപ്പോടെ അപ്പൊ എന്തിനാണ് ഇവർക്കിടാൻ കൊടുക്കണത്? അപ്പൊ ഇവര് ചെരുപ്പൊക്കെ അവിടെ അല്ല, ഇവർക്ക് ചെരുപ്പ് വാങ്ങിയല്ലേ അതവിടെ. ഇതിപ്പോ എല്ലാരും ചെരുപ്പ് അമ്മയാണല്ലോ ഇടുന്നത്. ഇപ്പൊ ഞാന് അത് ശരിയാ. അമ്മ എന്താ നിങ്ങൾ ഇതിനൊക്കെ എടുത്തുകൊണ്ട് കളയണതൊക്കെ അമ്മ എടുത്തിട്ട് അത് എടുത്തു വെക്കും. അത് നിങ്ങൾ കാണില്ല.
നിങ്ങളുടെ ഏതെങ്കിലും ചെരുപ്പ് അമ്മ ഇട്ടത് കാണുമല്ലോ, അത് നന്നായി. ഓ അല്ലെങ്കിൽ നല്ലതൊക്കെയാണ് പറഞ്ഞ വെച്ചാലേ എല്ലാ വീട്ടിൽ ആ നല്ലതൊക്കെ ചെയ്യുമ്പോൾ അവരും ചീത്തയൊക്കെ ചെയ്യുമ്പോൾ അല്ലേ അമ്മയാണ്. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയല്ലേ. അച്ഛന്മാരാണ് വെച്ചാൽ അങ്ങനെ തന്നെ അറിയാം. നിന്റെ വളർത്തു ദോഷമാണ് പറയും, അല്ലാതെ അച്ഛന്മാര് കിടക്കട്ടെ. അച്ഛൻ ഇപ്പൊ ചെരുപ്പ് ഇപ്പൊ നീയിട്ടതാണ് ഇപ്പൊ കഥ. അത് അവസാനം അച്ഛൻ്റെ അടുത്തേക്ക് എത്തിയത്. അതിട്ട് എല്ലാതും പറയുമ്പോഴേ അങ്ങനെയല്ലേ പറയാ. അതാണ്ടോ ചെണ്ടുമല്ലി, എന്താ കാട്ടണ്? വാ ചെണ്ടുമല്ലി ഉണ്ടോ, നമ്മൾ ഇത് കൂടെ ശംഖുപുഷ്പം കുഴിച്ചിട്ടുണ്ട് പറഞ്ഞില്ലേ ഞാൻ. അയ്യോ മേല് കഴുകിയുള്ളൂ കേട്ടോ. മേല് കഴുകി പറഞ്ഞിട്ട് എന്തായാലും വേർത്ത്. ഇപ്പോൾ ഇന്ന് ജലനിധിയുടെ വെള്ളമുണ്ട്. ഇപ്പം നാളത്തെ അവസ്ഥ എന്താവും എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ പാത്രത്തിലും പറ്റുന്ന പാത്രങ്ങൾ മൊത്തം നമ്മൾ വെള്ളം നിറച്ച് വെച്ചൊക്കെയാണ് കേട്ടോ. പൊന്നു എന്താ ചെയ്യുന്നതെന്നറിയോ? കരിക്കട്ട എടുത്തിട്ട് പല്ല് വയ്ക്കുക. കരിക്കട്ടി ഉപ്പും കുരുമുളകും പാടെ കൂട്ടിയിട്ട് പല്ല് തേച്ച് കഴിഞ്ഞാലേ പല്ലിൻ്റെ മഞ്ഞ കളർ പൂട്ടോ. അത് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോഴല്ലേ ഈ പേസ്റ്റൊക്കെ വന്നിക്കണേ. അതേപോലെ മൂച്ചിടലല്ലേ, മൂച്ചിടൊക്കെ കാണുന്നതിന് മുന്നേ കോൾഗേറ്റ് ഒക്കെ കാണുന്നതിന് മുന്നേ അങ്ങനെ തന്നെ മൂച്ചിടല ഇവിടെ മൂച്ചിടലയെ കൊണ്ടൊന്നും തേച്ചില്ല, ഉമിക്കരിയെ കൊണ്ടൊക്കെ തേച്ചിട്ടുണ്ട്. ഞങ്ങൾ മൂച്ചിടലയൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെ വിളിക്ക പൊന്ന? അച്ഛാ അച്ഛാ. എന്ത് എന്ത് എങ്ങോട്ട്? 12 അടി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവണ്? അത്രയൊക്കെ ഉണ്ടാവും. എവിടേക്കാ പൊന്നോ? ഏട്ടാ ഇതവിടെ ഇതിലിടാലേ, മഴ മറ്റും ചാറിയാലേ. എന്താ കൊണ്ട് അല്ലേ വാങ്ങേ ഈ നേരത്തെ മഴ മറ്റും ഇപ്പൊ പറ്റില്ല. അത് നമ്മള് വെളിച്ചത്ത് പറിക്കാം, വെളിച്ചത്ത് പറിക്കട്ടാ. അപ്പൊ പറ്റില്ലേ? അതെത്തോ ഇതിന്? അതെത്തോ? ചെലപ്പോ ചാറില്ല, ചെലപ്പോ ഒന്ന് ചാറി വിട്ടാൽ എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ ഇവിടെയുള്ള മെറ്റലില്ലേ, ഈ മെറ്റലൊക്കെ നമ്മൾ എടുത്തിട്ട് ഇവിടേക്ക് ആക്കി വെച്ചോട്ടോ. ഈ ഭാഗത്തേക്ക് ഇനി മഴ തുടങ്ങുമ്പോഴേ ഉള്ളൂ നമ്മൾ ഈ മെറ്റൽ മൊത്തം ഇങ്ങോട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ട്. ഇവിടെയൊക്കെ കണ്ടോ ചാണകം തളിക്കാനല്ലാണ്ട് പറ്റണില്ല കേട്ടോ. അപ്പോൾ ഇവിടത്തേക്ക് മൊത്തം എടുത്തപ്പോൾ ഒരു എങ്ങനെ പറയാ, മറ്റേത് ഈ മാറ്റിയതാണ്. ഇവിടുത്തെ മൊത്തം മാറ്റി. പിന്നെ ഇനി നമുക്ക് മെറ്റലെടുക്കുമ്പോൾ ഈ മെറ്റലെടുത്തിട്ട് ആ ഭാഗത്ത് കൂടെ മൊത്തം കവർ ചെയ്യാല്ലേ. ആയിക്കോട്ടെ. ഇപ്പോൾ ഈ ഭാഗം മൊത്തം ശരിക്കില്ലേ, നമുക്ക് ഇവിടെ അധികം മിറ്റില്ല കേട്ടോ. അത് കുറച്ച് മിറ്റേ ഉള്ളൂ അല്ലേ. എത്രയും വെച്ചാൽ മിറ്റ എനിക്ക് തോനെ മിറ്റം വേണം എന്നുണ്ടായിരുന്നു വീടിന്. അതിനെന്താ തോനെ മിറ്റം? ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ റോഡ് കണ്ടോ, ആ റോഡ് തോനെ മിറ്റം. ഈ കണ്ട റോഡ് ഫുള്ളും അടിക്കണ്ട്. ഇനി അത് പോരാണ്ടാണ് മിറ്റം തോനെ. അമ്മു അച്ചു അടിക്കുകയാണ് പറഞ്ഞു. വേണമെന്നുണ്ടെങ്കിൽ താത്തിക്ക് ഇറങ്ങി അപ്പുറത്തെ റോഡും അടിക്കണ്ട്. അയ്യോ അമ്മു അച്ചുല്ലേ അടിക്കുമ്പോ ഇവരടിക്കുന്ന സമയത്ത് ഇവര് പറയാണ് ഇത് മിറ്റം കൂടുതലാണ്, ഞങ്ങൾക്ക് ഇടുപ്പ് വേദന എടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മക്കള് ഓരോരുത്തരും അടിക്കുമ്പോ കരയാൻ നിൽക്കട്ടോ. എന്നിട്ടാ ഞാൻ അവിടെ മൊത്തം അടിച്ച് വൃത്തിയാക്കുക. നാളെ രാവിലെ ഈ മിറ്റം തന്നെ അവർക്ക് അടിക്കാൻ വയ്യ, എന്നിട്ട് എനിക്ക് അപ്പുറത്ത് ഇത് മിറ്റം പോരോന്ന് പറഞ്ഞാലോ. ഞാൻ ലൈറ്റ് ഇട്ടിട്ട് വരാട്ടോ. എന്താ അതിലെ അമ്മ അങ്ങനെ അടിക്കണ്ടേ എപ്പോഴും? നമ്മുടെ ചുമരിന്റെ സൈഡിൽ കൂടെ ഒക്കെ വവ്വാല് വന്നിട്ടില്ലേ കാട്ടിട്ട് പോട്ടോ. നമുക്കത് വൃത്തിയാക്കി തന്നെ പണി. ഇപ്പം ആ ഷോവാളിൻ്റെ ഉള്ളത്തേക്ക് വൃത്തിയാക്കിയിട്ട് ഇരിക്കുകയാണ്. ഇനി നാളെ വൃത്തിയായി കണ്ടു കഴിഞ്ഞാൽ അപ്പം പിന്നെ വവ്വാല് വരില്ല ചേട്ടാ. വവ്വാല് ദേ നോക്കി നടക്കുന്നുണ്ട്. എന്താ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീടുണ്ടാക്കിയത്, അത് വവ്വാലിനെ അറിയില്ല തോന്നുന്നുണ്ട്. വവ്വാലില്ലേ പിറ്റത്തെ ദിവസം വവ്വാലിനറിയൂ? വവ്വാല് ഇപ്പം എത്ര ബുദ്ധിമുട്ടുണ്ടാക്കിയത് വവ്വാലിനറിയോ? അത് ശരി, കുടുംബക്കാരാ. അത് ശരിയാണ് കേട്ടോ. നമ്മള് ഇപ്പൊ വെള്ളം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ നാളെ ഇവിടെ പോയപ്പോൾ കടയിൽ പോയപ്പോൾ ചെടികൾ വാങ്ങണം എന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ചെടിച്ചട്ടി വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് വെള്ളമില്ലാണ്ട് നമുക്കേ വെള്ളമില്ല. അതിൻ്റെ ഇടയിൽ ചെടിക്കും വെള്ളമില്ലാതെ കഴിഞ്ഞാൽ ചെടി കരിഞ്ഞൂലേ വിചാരിച്ചു. അപ്പം നമ്മൾ കുഴൽക്കിണർ അടിക്കാന്നുള്ളൊരു ധാരണയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനി ഓരോ വർഷങ്ങൾ കഴിയും തോറും
കൂടി കൂടി അവിടെ വെച്ചോ. ഓ കൂടി എന്നല്ല, എന്തായാലും വെള്ളത്തിന് കിണറും ഒരു അതിലേക്ക് വേണ്ട വെള്ളം ആവശ്യമല്ലേ. അത് ശരിയാ. അല്ലാണ്ട് ഇത് അപ്പുറത്ത് വീട്ടിൽ ഇപ്പുറത്ത് വീട്ടിൽ എത്ര എടുക്കും വെറുതെ അവരോട് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട്. അത് ശരിയാ. ഒരു ദിവസം പോരല്ലോ, ഒരു വേനൽക്കാലം ഫുള്ള് അത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ അവർക്ക് ബുദ്ധിമുട്ടല്ലേ. പിന്നെ എന്താ നമ്മൾ കറണ്ട് ബില്ലിൻ്റെ എല്ലാം കൊണ്ടും എന്താ വെച്ചാൽ ഒരാളെ നമ്മൾ അവരുടെ നല്ല മനസ്സിൽ പറഞ്ഞു നമ്മളെപ്പോഴും ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ കുഴൽക്കിണർ കുത്തുകയാണ് വെച്ചാൽ നമ്മൾ ആ ഭാഗത്താട്ടോ കുത്തുക. അതൊന്നും പറയാൻ പറ്റില്ല, നീ വിചാരിച്ചതൊന്നും കുഴൽക്കിണർ കുത്താൻ പറ്റില്ല. അതെ, പിന്നെ അല്ലാണ്ട് ആൾക്ക് സൗകര്യമുള്ളിടത്താണോ കുഴൽക്കിണർ കുത്തുക? അതിന് വെള്ളം നോക്കിയിട്ട് സ്ഥാനം അവിടെ കിട്ടുക എന്നുള്ളത് അവർ വന്ന് നോക്കിയിട്ട് പറയും. അതിനുള്ള മിഷൻ സാധനങ്ങളൊക്കെ ഉണ്ട്, അതിന് സർവേ ചെയ്ത് നോക്കിയിട്ട് പറയും. അല്ലാണ്ട് നീ പറഞ്ഞിടത്ത് കിഴക്കണ എത്തി കഴിഞ്ഞാൽ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കുഴി ഇട്ടാൻ വേണ്ടിയിട്ടോ? ഏട്ടാ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു സംശയം പറയുന്നു കേട്ടോ. ഈ എന്താ ബാത്റൂമിൻ്റെ കുഴികൾ അടുത്തടുത്താവുമ്പോൾ വെള്ളം കിണർ കുഴിച്ച് കഴിഞ്ഞ് വെച്ചാൽ ആ വെള്ളത്തിന് കളർ വ്യത്യാസം വരും. അതൊന്നുമില്ല, അതൊക്കെ അണ്ടർ വാട്ടർ പറയുമ്പോൾ അതും തൊട്ട് ഒരു ബന്ധമില്ല. അതൊക്കെ ഫുള്ള് PVC പൈപ്പ് ഇട്ടാ മണ്ണിന്റെ താഴ്ച ഇതുവരെ വരും, അതുവരെ PVC പൈപ്പ് ഇട്ടാ ചെയ്യുക. അതെ, പറഞ്ഞോട് കച്ചു ഞെട്ടട്ടെ. എന്താണ് അതെ, അച്ചു പഠിപ്പിച്ചാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതന്നെ, അവിടെ ഇരിക്കണേക്കാട്ടിലും സുഖമാണ് കേട്ടോ നമുക്ക് ഇവിടെ ഇരിക്കാൻ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞു വെച്ചാൽ നല്ല തണുപ്പും ഒക്കെ ഉണ്ട്. നമുക്കില്ലേ ഒരു ടെൻഷൻ എന്താ വെച്ചാൽ ഏട്ടന് മറ്റന്നാൾ സർജറി, മറ്റന്നല്ല 25-ാം തീയതി അഡ്മിറ്റ് ആവും, 26-ാം തീയതി രാവിലെ സർജറി. അപ്പോൾ എന്താണെന്നറിയോ, ഭയങ്കര ടെൻഷൻ അല്ലേ. ഒന്നൊന്നും രൂപ ആവണേ ഇല്ല. നമ്മളൊന്ന് എന്ത് ചെയ്യുമ്പോഴും ഇല്ലേ ഒരു മനസ്സ് ഇവിടെ ഇല്ലാത്ത പോലെ തോന്നുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിന്ന് കുക്കിംഗ് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാതിരുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണി ഉണ്ടായിരുന്നേ. ഈ അവരുടെ കൂടെ നമ്മൾ പട്ട വെട്ടിയേക്കലും ഒക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. എന്താണ് ഈ രാത്രിയിൽ എങ്ങനെ കുട്ടി മേലെ കഴിയോന്ന്? മേലെ കഴിയോ ഉണ്ണി? മേലെ കഴിയോ? സുന്ദരനാണ്. ഷർട്ട് പോയിട്ട് നമ്മുടെ കുട്ടി അമ്മമ്മ വന്നു, അമ്മമ്മയും അമ്മച്ചനും വന്നു. അനിയൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അവരനിയൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് വരും. നമ്മുടെ കള്ളിത്തലല്ലേ, എന്താ ഫങ്ഷൻ ആവണ വരെ ഇങ്ങനെ ഓരോന്ന് കൊഴിഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. ഫങ്ഷൻ കഴിഞ്ഞ മുതൽ പിന്നെ കള്ളിത്തല വല്ലാണ്ട് കൊഴിയണില്ല അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ ഇപ്പോൾ വീട് കാണാൻ എന്തോ ഒരു ഭംഗിയാണ് വെച്ചിട്ടാ, നല്ല ഭംഗി. 4 മഴ ഇങ്ങോട്ട് പെയ്ത് കഴിഞ്ഞാലേ ഇതിൻ്റെ ഭംഗിയൊക്കെ ഏത് കൂടെ പോവാന്നറിയില്ല. ഒരു പച്ചക്കളറൊക്കെ പിടിച്ചിട്ടുണ്ട്, പച്ചക്കളറും കാര്യങ്ങളൊക്കെ പിടിച്ചില്ലേട്ടാ. ഇപ്പോൾ വരുന്നവർക്കൊക്കെ ഏത് വീടും പുതുമയിൽ കാണുമ്പോൾ അതൊരു ഭയങ്കര ഐശ്വര്യം. അപ്പം നമ്മുടെ ഈ വീട് കുറേ ആൾക്കാർ പറയാം റോഡ് സൈഡാണ് നിങ്ങളുടെ വീട് പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നല്ല മുഖം ഉണ്ടാവും, നല്ലൊരു വീടാണെന്ന് പറയട്ടോ. നമ്മുടെ റോഡ് സൈഡല്ലല്ലോ, റോഡിന് കുറച്ചങ്ങോട്ട് ഉള്ളിക്കല്ലേ. പക്ഷേ റോഡ് സൈഡിനേക്കാളും വീട് എപ്പോഴും ഉള്ളിക്കാവുക നല്ലത്. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, ഈ പൊടിയൊക്കെ അടിച്ചിട്ടേ എന്തിനാ പറ്റിയാലേ. ഇവിടെ തന്നെ ഇപ്പോൾ പൊടി ഞാൻ അങ്ങനെ നോക്കുകൊണ്ട് പൊടി അത്ര അറിയില്ല. എനിക്കില്ലേ എന്താ പണി, ജനലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 3 ദിവസം ജനൽ തുടയ്ക്കുക, വാതിൽ തുടയ്ക്കുക, ഇതൊക്കെ തന്നെയാണ് പണി. കറ പിടിക്കുന്നിടത്ത് തുടച്ച് വൃത്തിയാക്കുക. എന്നാലും കുട്ടികൾ വൃത്തികേടാക്കും. അത് എടുത്തേക്കാൻ പറ്റും സുധനെ, അത് കേടുവന്ന കളയണ്ടേ. എന്ത് ഫ്ലൂട്ട്? അതിന്റെ ഫ്ലൂട്ട് എന്നാ പറയേ? ബൂട്ടല്ലേ? ഫ്ലൂട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാലിക്ക് കാണിച്ചു കഴിഞ്ഞാൽ അത് ബൂട്ട്. അപ്പൊ കൊണ്ടുണ്ട്, അത് അവന് പറ്റില്ല, അത്ര അവന് കാല് വേനിക്കാണ് അറിയുന്നത്. പപ്പടക്കോല് നോക്കുമ്പോ പപ്പടക്കോല് കാണാലോ കേട്ടോ. എവിടെ ഇരിക്കുന്നു ഒക്കെ എടുത്ത ചെറുക്കസുവിന് ഇവനെന്തായിരുന്നു. തെരി പപ്പടം കാച്ചിൽ കഴിയുമ്പോഴേക്കും കിട്ടട്ടെ. ഞാൻ അങ്ങനെയൊന്നും കിട്ടില്ല സുധന്യത്.
കിച്ചുവിന് ചെരുപ്പ് വാങ്ങാൻ പോയിട്ടോ, ചെരുപ്പല്ല ഷൂ വാങ്ങാൻ പോയി, ഷൂ വാങ്ങിയിട്ട് വന്നു. എന്താ അവന് രാവിലെ ഗ്രൗണ്ടിൽ ഓടാൻ ഷൂ വേണ്ടേ, ഷൂ ഇല്ലാണ്ട് കുറച്ച് ദിവസം ഓടിട്ടോ, ഒരു 2 മാസത്തോളമൊക്കെ അവൻ ചോദിച്ചില്ല. അവൻ്റെ പഴയ ഷൂ വെച്ചിട്ട് കുറേ ഓടി, അപ്പോൾ കാര്യം എനിക്കാണ് അവസാനം വാങ്ങേണ്ട വന്നു. ഗതി കെട്ട പുലി പുല്ലും തിന്നും പറയണ പോലെ ലാസ്റ്റ് അനിയേട്ടന് നിവർത്തിയില്ലാതെ അല്ലേ. അല്ല അത് പിന്നെ വേണ്ട തന്നെയാണ്, അല്ലെങ്കിൽ കാല് വെച്ചിട്ട് എങ്ങനെ ഓടാനാ ഗ്രൗണ്ടിൽ കൂടെ ചരലിൽ കൂടെ. എല്ലാവർക്കും ഓരോന്ന് അത് വേണ്ട, പപ്പടം കാച്ചി കഴിഞ്ഞു. ആ അതന്നെ, നീ എന്തിനാ നീ തരയുന്നത്? കടുക് കാണിക്ക്. ഞാൻ ഇന്ന് ഇതെന്താണെന്നറിയോ, ഇത് നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇത് കഴിയും. സുകന്യ ഇപ്പം പനയ്ക്കാൻ തുടങ്ങും ചോറിൽ. അച്ചാറിൽ ചോറിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അച്ചാർ തീരാണ്ടിരിക്കും. കണ്ടാ എൻ്റെ കിച്ചുവിന് ഞാൻ എപ്പോഴും പറയണതാണ് അല്ലേ, എൻ്റെ കിച്ചുവിനും അമ്മൂനും എൻ്റെ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. അമ്മ അച്ഛനൊക്കെ വന്ന് പോയി, അമ്മ അച്ഛനൊക്കെ വന്ന് പോയി അറിയാം. സോനിയ സങ്കടത്തിലൊക്കെയാണ് സോനിയെ കൊണ്ടുപോകാത്തേല്. അവൾ വിളിച്ചാൽ തന്നെ പോയില്ല, ഇനി പിന്നെ കൊണ്ടുപോയി. ഞങ്ങള് മറ്റന്നാ ഏട്ടൻ്റെ ആശുപത്രി കേസല്ലേ മറ്റന്നാ ഏട്ടൻ പോവും. ഏട്ടൻ ഞങ്ങളില്ലാണ്ട് 2-3 ദിവസം എങ്ങനെയെന്ന് നിൽക്കുക. വേണ്ട, അവിടെ ഇരുന്നോ, നിൽക്കണ്ട. നിങ്ങൾക്കത് അറിയാത്ത കൊണ്ടാ എന്തോ പോലെ തോന്നുള്ളൂ. രാത്രി ഉറക്കം കൂടി വരില്ല തേങ്ങ, അത് വലിയ ക്രെഡിറ്റ് ആയിട്ട് എടുക്കൊന്നും വേണ്ട കേട്ടോ. എന്താ ക്രെഡിറ്റ്? അതെന്ത് ഏട്ടൻ കോഴിക്കോടോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ അങ്ങനെയായിരുന്നു. ഏട്ടൻ വരുന്ന ദിവസം ഉറക്കേവില്ല. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും തന്നെ ഇവരെവിടെയെങ്കിലും പൂര വേലയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ വെച്ചാൽ അനിയേട്ടൻ വരുന്ന വരെ ഞാൻ ഉറങ്ങില്ല. എന്നിട്ട് അനിയേട്ടൻ അമ്മ എപ്പോഴും എന്നെ ചീത്ത അറിയുന്നു, ഈ എന്തിനാ ഉറക്കൊഴിക്കുന്നത്, അവൻ വരും പറഞ്ഞിട്ട് ഞാനായിരിക്കും. എന്നിട്ട് ഓടിപ്പോയി വായിലോർന്ന് കൊടുക്കുക. ഏതോ കാലത്തൊരു പൂരത്തിന് പോണേനെ പോയി പറയുന്നു. ഏതോ കാലത്തല്ല, കൊല്ലത്തിന് പോണവര്. ഞാൻ പൂരം ഏതോ കാലത്ത് പൂരം കണ്ടതാ. ഇപ്രാവശ്യം ഏതോ പൂരം കണ്ട്? തത്തൻകാവിലൊരു പൂരം. അല്ല കേട്ടോ, ഇതൊക്കെ ആവശ്യങ്ങളല്ലേ, ആവശ്യങ്ങൾക്ക് പോവാതിരിക്കാൻ പറ്റുമോ? അല്ല പിന്നെ അല്ല സൂന്യ, ഏട്ടൻ വലിയ ഗമയ്ക്ക് പറയും. ഏട്ടൻ അതിനേക്കാട്ടിലും വലിയ ആളാണ്. ഏട്ടൻ എന്നിട്ടാണ് എന്നെ എൻ്റെ ഉറക്കം എന്നൊക്കെ പറയുന്നത്. ഏട്ടൻ അതിനേക്കാട്ടിലാണ് അല്ലേ. ഞാന് എന്താണ് സൂന്യ വന്നു തുടങ്ങിയില്ലേ? മുറ്റത്തെ കൂടെയൊക്കെ ഉള്ളത് വരുന്നുണ്ട് സൂന്യ. ഇതാണ്ടോ മഴ പെയ്യല്ല, മുല്ലപ്പൂ റെഡിയായി. മുല്ലപ്പൂ പറക്കട്ടെ. നാളെ അച്ചൂര് പരീക്ഷ അച്ചു ഉണ്ടമുല്ലിയാണ് കേട്ടോ അത്. കേട്ടോ നല്ല മണമുള്ള ഉണ്ടമുല്ലിയാണ്. ഞാൻ ആദ്യമൊക്കെ ഞങ്ങളുടെ റൂമിലിങ്ങനെ കോർത്തിട്ടില്ലേ, റൂമിലിങ്ങനെ കെട്ടി വയ്ക്കായിരുന്നു. ഇനി ഞാനിതില്ലേ ഗുരുവായൂരപ്പന് കോർത്ത് കെട്ടിക്കൊടുക്കാനാണ് കേട്ടോ. നമ്മുടെ ഗുരുവായൂരപ്പനെ കെട്ടിക്കൊടുക്കാലോ അല്ലേ. എന്താ വെച്ചിട്ടാ ഉണ്ടമുല്ല ചെറുതല്ലേ, എത്ര മാല വേണം? കുഞ്ഞി മാല അതിനെ കുറച്ച് ഫസ്റ്റത്തെ പൂവ് ഗുരുവായൂരപ്പന് ഇരിക്കട്ടെ അല്ലേ. അതിനുള്ളതായി, അങ്ങനെയുള്ളതായി. അല്ല അത് അവിടെ ഉണ്ടാവണ്ടേ. കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനി എന്താ 9 മണി കാണുമ്പോ തോന്നുന്നു ചോറ് വേണ്ടാന്ന്. എന്താണ്, എന്തില്ലാത്തോണ്ടാ? പപ്പടം ടച്ചു കണ്ടോ? അതാണ്ടോ എന്താ ഇരുത്തം. ഇവർക്കൊന്നും വേണ്ട ചോറ്. ഞാൻ വരുത്തട്ടെ, ഞാൻ വയ്ക്കുമ്പോ നമ്മുടെ കുട്ടിക്ക് അമ്മ വരുത്തേ. അച്ചാറുണ്ട് അച്ചു, അടിപൊളി അച്ചാറ്. അമ്മൂന് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ ചോറ്. അതുകൊണ്ടാണ് പിന്നെ ഭക്ഷണമൊക്കെ നേരം വൈകിയത് അച്ചു. അച്ചു തെറ്റേ ചോറൊന്നും അത്ര അതെന്താണെന്നറിയോ, സുകന്യയുടെ അച്ഛനമ്മയും വരുമ്പല്ലേ ഫ്രൂട്ട്സ് കൊണ്ടുതരുന്നു. അതാണ് സംഭവം, ഒരു മടിയതാണ്. അല്ലെങ്കിൽ വേഗം വന്ന് എടുത്ത് കഴിച്ചിട്ടുണ്ടാവുള്ളൂ. ചെമ്മീൻ കേട്ടോ, ഉണക്ക ചെമ്മീനാണ്. സുകന്യ കഴിക്കില്ല, ഞാനും മനീനും മാത്രം കഴിക്കില്ല. പ്രാവശ്യത്തെ ചെമ്മീൻ നല്ല ചെമ്മീനല്ല. നമ്മളപ്പം ഉണ്ടാക്കിയത് നമ്മളില്ലേ ഇത് ആശുപത്രിക്ക് പോണതിൻ്റെ മുമ്പേക്ക് തന്നെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കട്ടെ വിചാരിച്ചിട്ടേ. മാങ്ങക്കൂട്ടാൻ, ചെമ്മീൻ,
അച്ചാറ്, പേരി, പപ്പടം. പപ്പടം ഉണ്ടാവാത്തതാണ് കേട്ടോ. പോരച്ചോ 2 ദിവസമായിട്ടില്ലേ വെറുതെ. അപ്പൊ കണ്ട് തിന്നിട്ടാണ് ഇപ്പൊ ചോറ് കണ്ടത്. നാളെ സ്കൂളിൽ നിന്ന് അരി കിട്ടുന്നു. അപ്പൊ ഏട്ടനൊക്കെ കഴിച്ചു. ചോറ് കണ്ടേ ബാച്ചുമാ അമ്മ വാരത്തര ബാ കുറച്ച് കഴിക്കച്ചു. ബാച്ചുമാ വാരത്തരേ അങ്ങനെ വൈകി കഴിക്കാൻ പാടില്ല. ബാച്ചു വാരത്തരവാ നമ്മുടെ പൊന്നല്ലേ. നേരം വൈകി ബാ ഒരു വായ കഴിച്ചു. സ്നേഹത്തോടെ തരുന്നത് വാങ്ങണം. അച്ഛൻ എന്താ നൂൽപ്പിട്ട് വെച്ചിട്ടുണ്ടാ. ബാച്ചുമണി അച്ചുസുന്ദരി വാടി. ഡിമാൻഡ് കേട്ടച്ഛൻ ഞാൻ കഴിക്കട്ടെ കേട്ടോ. എന്താണ്ടോ മാങ്ങ ഇതിലിങ്ങനെ ഇട്ട് കുഴച്ച്, അച്ചാറിങ്ങനെ ഇട്ട് കുഴച്ച്, ചെമ്മീനിട്ട്, ഉപ്പേരിയിട്ട്, പപ്പടം ഇട്ട് വേണോ അച്ഛനെ കൊതിപ്പിച്ച് പപ്പടം അച്ചു ബിരിയാണി ആവും. അത് ബിരിയാണി എന്ന് വിചാരിച്ചിട്ട് അവിടെ നന്നു വയ്യ കേട്ടോ. വേണ്ട പപ്പടം ഉണ്ട്. അയ്യോ ഇനി പാച്ചക്കൻ്റെ മടിയിൽ കയറിയിരിക്കാനാണ് ഭഗവാനെ. ഇതിലേ ഇവനില്ലേ ചോറുണ്ണാനെടുത്ത അപ്പം അവന് ഉരുളക്കിഴങ്ങ് വറുത്തത് വേണം. നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളിഫ്ലവർ ഉണ്ടായിരുന്നു വറുക്കാൻ. അത് വറുത്തു വേണ്ടേ വേണ്ടേ. ആ അവന് വേണത്ര. ഏതാ വന്നക്കണുണ്ടോ? കുട്ടിച്ച് വയറ് നിറച്ച് കൊടുക്കുക. ഇന്നലെ അവൻ വയറ് നിറച്ചുണ്ട് അത്രേ. രസമുണ്ടത്. ആ ഇതെന്തൊക്കെയെന്നറിയോ? പപ്പടം, മാങ്ങപ്പിലിട്ട് ഇതിൻ്റെ ഉപ്പ് വെള്ളം കുറച്ച്, എന്നിട്ട് കുറച്ച് തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് അങ്ങോട്ട് കുഴയ്ക്കുക, അപ്പം അങ്ങോട്ട് കഴിക്കൂല്ലേ പൊന്നാ. വടി കൈ പിടിക്കുക. ആ വടിനപ്പം വലിച്ചെറിഞ്ഞു. ഇവർക്ക് നിന്നെ പേടിയില്ലേ? ഇവർക്ക് ഇന്നല്ലേ കളിപ്പിക്കായിരിക്കും. ഇവർക്ക് ഒരു കടി അപ്പടം, ഒരു കടി ചോറ്. ആദ്യം ഇങ്ങനെ ഞാൻ ചോറ് ഇങ്ങനെ ഉരുട്ടി വെക്കിയിരുന്നേ കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ ചീത്ത അറിയും, അങ്ങനെ കുട്ടികൾക്ക് ചോറ് ഉരുട്ടി വെച്ച് കൊടുക്കാൻ പാടില്ല പറഞ്ഞിട്ട് അല്ലേ. അമ്മ ഇങ്ങനെ ചോറ് ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട് കള്ളിപ്പൂച്ചേ വന്ന് തിന്നു പറഞ്ഞിട്ട് കണ്ട പറയുന്നത്. അപ്പോൾ ഒരു ദിവസം കണ്ടപ്പോൾ അമ്മ പറഞ്ഞു അങ്ങനെ ചോറ് ഉരുട്ടി വെക്കാൻ പാടില്ല, അങ്ങനെ വെച്ച് കഴിഞ്ഞ് വെച്ചാൽ ദോഷമാണ് എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ദോഷം നമുക്ക് പേടിയല്ലേ ഇപ്പോൾ പറയുമ്പോൾ. വാവ പുതിയ വീട്ടിലുണ്ടാവും. ഇനി അവന് ചോറ് കൊടുക്കണമെങ്കിലാണ് പണി. കുഞ്ഞുത്ത് എന്നാ പന്നാ അതാണ്ടോ ഒരാളിരിക്കണത്. അച്ചുവിന് ചോറില്ലേ? എന്താ ഉള്ളിലിരിക്കാൻ പറ്റണില്ല കേട്ടോ. ഉള്ളിലിരുന്ന് കഴിഞ്ഞാലേ ചുട്ടിട്ട് ഇങ്ങോട്ട് പുഴുകാണ് ശരിക്ക്. സത്യം പറയാച്ചല്ലേ 3-4 മണി കഴിയാണ്ട് പുലർച്ച അപ്പോഴാണ് ഉറക്കം തന്നെ. ആ സങ്കടല്ല എന്തിനാ സങ്കടം? എന്റെ കുട്ടീന്റെ അംഗനവാടിന്ന് എന്താ കൊണ്ടുവന്നറിയോ? പായസം. എന്താ പറയുന്നേട്ടാ? ടവല് വാങ്ങിയത് ഒന്ന് അവൾക്ക്. ഈ വിറകില്ലേ, ഈ വിറക് ഇങ്ങനെ കാണുമ്പോ നമ്മൾ വിചാരിക്കും ഇത് കുറേ ദിവസത്തേക്ക് എത്തുന്നു. പക്ഷെ കുറേ ദിവസത്തേക്കൊന്നും എത്തില്ല കേട്ടോ. ആകെ 2 മാസത്തേക്ക്. അപ്പോൾ നമ്മൾ എന്താണെന്നറിയോ, ഇപ്പം ഇതൊക്കെ എടുത്ത് അടുക്കി പെറുക്കി വെച്ചിട്ട് മഴ എഴുന്നതിൻ്റെ മുമ്പേ പെറുക്കി കത്തിക്കും. ഇതിനെയൊക്കെ പോയി പെറുക്കി കത്തിച്ച് എടുക്കും കേട്ടോ. ഈ വിറക് എടുത്ത് വെക്കും. ചകിരിയും എടുത്ത് വെക്കും കേട്ടോ. മഴ സമയത്ത് നമ്മള് ലേട്ടാ നോക്ക് നേരിക്കത്തെ. അയ്യോ ഈ ഇതൊക്കെ കണ്ടില്ലേ, തണ്ടൊക്കെ നമ്മുടെ ആലുവടുപ്പിലും കൂടി വെക്കേണ്ട രീതിയിൽ ചെറുതാക്കിട്ടാട്ടോ ചെയ്തക്കണത്. ഇല്ല ഏട്ടാ പേടിക്കണ്ട. ഇനി കുറച്ചും കൂടി എടുക്കട്ടെ. ഇതേപോലെ ഉപ്പുവെള്ളം, പപ്പടം, തുള്ളി നെയ്യ്, വെളിച്ചെണ്ണ വെച്ചെടുക്കും. കുട്ടിച്ചു മാമാണ് ഇനി വാണ്ടേ.
അയ്യോ അച്ഛന് ചൂടി അത് കെട്ടുപെട്ട്. അതെ പട്ട പട്ടയൊക്കെ വേണ്ടിട്ട് തന്നതാ, പട്ട കെട്ടാൻ. ഏട്ടാ വയറ് നിറച്ചു കൊണ്ടു കേട്ടോ. ഏട്ടോ അച്ചു ആ പാത്രം കഴിക്കണേ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വയറ് നിറക്കിട്ടോ. അപ്പം നമ്മൾ രാത്രി കിടക്കാൻ പോവാട്ടാ. ഞാൻ കുറച്ച് നേരം കൊടുത്ത് അത് കഴിഞ്ഞപ്പോൾ അച്ചുവാണ് ഇപ്പോൾ ഇന്നലെ മുതൽ കൊടുക്കണം. അപ്പോൾ അച്ചുവച്ചി ഇന്ന് അച്ചുവച്ചി കൊടുത്തോട്ടെ എന്ന് വിചാരിച്ചോട്ടാ. എൻ്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം തോന്നല്ലേ, അത് ഇന്നലെ വെള്ളം മാറി കുടിച്ചു, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് എന്ത് വെള്ളമാണോ നമ്മുടെ ഈ കിണറ്റത്തെ വെള്ളമല്ലാതെ വേറൊരു വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ വരും കിച്ച്. നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണേ. നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം. ഇന്ന് സത്യം പറയുക വെയ്യാട്ടോ. വെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറകിലേക്ക് പണിയെടുക്കുമ്പോൾ വിറകിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ ഏട്ടാ. അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ നാളെ